സുധീഷ് സാർ, ആരംഭിക്കാം. ഓക്കെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ വിദൂര ദർശന പഠന വിഭാഗമായ ജഗത് വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് സീനിയർ പഠിതാവായ അജേന്ദ്രൻ സാർ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഗുരുജനങ്ങളെ, ജഗത് വാണി ഗുരുവാര പാഠശാലയിൽ ഇന്നത്തെ പാഠഭാഗം ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയാണ്. ശിവഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഏകദേശം 14ഓളം സ്തോത്രകൃതികൾ രചിച്ചിട്ടുണ്ട്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയാണല്ലോ ഭഗവാന്റെ ആദ്യത്തെ പ്രതിഷ്ഠ. പിന്നീട് ശിവഭഗവാന്റെ വിവിധ രൂപത്തിൽ വിവിധ പേരുകളിൽ ജഗന്നാഥൻ, സുന്ദരേശ്വരൻ, ശ്രീകണ്ഠേശൻ, കൊലതിരേശൻ, അർദ്ധനാരീശ്വരൻ എന്നിങ്ങനെ പേരുകളിൽ ഒട്ടേറെ പ്രതിഷ്ഠകൾ നടത്തി അതോടൊപ്പം അത് സംബന്ധമായിട്ടുള്ള സ്തോത്രകൃതികളും ഭഗവാൻ രചിച്ചിട്ടുണ്ട്. ശിവശതകം, ശിവപ്രസാദ പഞ്ചകം, ചിദംബരാഷ്ടകം, കോലതീരശസ്തവം, പിണ്ടനന്ദി, മനനാതീതം, ദേവാരപ്പതികങ്ങൾ, സ്വാനുഭവഗീതി, സദാശിവദർശന, അർദ്ധനാരീശ്വരസ്തവം ഇങ്ങനെ ഒട്ടേറെ ശിവസ്തുതികൾ ഭഗവാനാൽ വിരചിതമായിട്ടുണ്ട്. അതിൽ ഇന്ന് ശിവപ്രസാദ പഞ്ചകം എന്ന 5 ശ്ലോകങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന, കേൾക്കാൻ വളരെ ഇമ്പമുള്ള, വളരെ ചടുലഭാവത്തിൽ ഇമ്പമായി പാടാൻ കഴിയുന്ന ഒരു ശിവസ്തുതിയാണ്. ഈ ശിവസ്തുതി ശ്രീനാരായണ ഗുരുദേവൻ എന്ന സിനിമയിൽ പിന്നണി ഗായകൻ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ഈ ഗാനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശിവപ്രസാദ പഞ്ചകം എന്ന പാഠഭാഗം നമുക്ക് വിശദീകരിച്ചു തരുന്നത് പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും പ്രഭാഷകയും ഒട്ടേറെ മത്സരങ്ങളിൽ, ആലാപന മത്സരങ്ങളിലും ക്വിസ്, അതുപോലുള്ള ഉപന്യാസ മത്സരങ്ങൾ, ഇവയിലൊക്കെ യൂണിയൻ തലത്തിലും സംസ്ഥാന തലത്തിലും ശിവഗിരിയിലും അതുപോലെ വിദേശ മലയാളി സംഘടനകളായ സേവന മുതലായ സംഘങ്ങളുമൊക്കെ നടത്തിയിട്ടുള്ള മത്സരങ്ങളിൽ ഒട്ടേറെ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട ദിനു സന്തോഷ് മാഡമാണ്. പുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആചാര്യസ്ഥാനീയായ ദിനു സന്തോഷ് മാഡത്തെ ഇന്നത്തെ ക്ലാസ് വിശദീകരിച്ചു തരുന്നതിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ മാഡം. തുടങ്ങാം സാറേ? തുടങ്ങാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും വിനീതമായ നമസ്തേ. ഏറെ സ്നേഹബഹുമാനായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കോട്ടയം യൂണിയന്റെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ശ്രീ AB പ്രസാദ് കുമാർ സാർ അവർ, ബഹുമാനരായ അഡ്മിൻസ്, ഗുരുവാര പാഠശാലയുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനായ പ്രദീപ് ലാൽ സാർ, സുധീഷ് സാറ്, സ്മിത പ്രശാന്ത്, ഇന്നിവിടെ ഈ ഓൺലൈൻ ക്ലാസ് ശ്രവിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സഹപഠിതാക്കളെ, എല്ലാവർക്കും വിനീതമായ
നമസ്തേ. ഇന്ന് നമ്മൾ ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയാണ്. കഴിഞ്ഞ 3 മാസമായി വളരെ പ്രമുഖരായ ആചാര്യ ശ്രേഷ്ഠന്മാർ നമ്മളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൃതികളിലൂടെയും ഗുരുവിന്റെ സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാരിലൂടെയും ഒക്കെ. ഇന്ന് നമ്മൾ മഹാഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് വിരചിതമായ ശിവപ്രസാദ പഞ്ചകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കൃതിയുടെ ഗുരുവിന്റെ കൃതികളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ആമുഖം നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കൃതിയിലേക്ക് കടന്നു ചെല്ലാം. ഇന്നിപ്പോ 5 പദ്യങ്ങളാണുള്ളത്, 5 മന്ത്രങ്ങൾ. അതിലൊരു 2 ഭാഗം നമുക്കിന്ന് പഠിച്ചു തീർക്കാം. കാരണം മൊത്തം ഒന്നിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് 5 ശ്ലോകവും കുറച്ച് കൂടെ വിശദമായിട്ട് പഠിക്കുവാൻ സാധിക്കില്ലാത്തത് കൊണ്ട് ഇന്ന് 2 മന്ത്രം മാത്രമാണ് ഇന്ന് പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരിപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരൻ ഒരിറ്റ വൃക്ഷത്തൈ നടുന്നു പാന്തരായി വരുന്നവർക്കെല്ലാം തണൽമുറ്റമേകുവാൻ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വെറുമൊരു 6 അക്ഷര നക്ഷത്രമല്ല, നേരായി വന്നിടുക വേറാരുമില്ല ഗതി എന്ന് ഉള്ളുലഞ്ഞു പാടിയ ഋഷികുലത്തിന്റെ സൂര്യശോഭയാണ്. നേരിന്റെ പൊരുളറിഞ്ഞ ഗുരുവിനെ ഗുരുദേവനാക്കിയത്, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാനാക്കിയത് നിത്യമായ സത്യത്തിന്റെ തിരുവിളയാടലുകളാണ്. ജിജ്ഞാസുകളായ നമ്മൾക്ക് ഒരു വിലമതിയാത്ത വിളക്കാണ് ഗുരുവിന്റെ ഓരോ അമൃത വല്ലരികളും. മനസ്സിലെ ഭേദചിന്തകൾ അകറ്റി മാലിന്യങ്ങൾ ഒഴിച്ച് സത്ചിന്തകളും സത്പ്രവർത്തികളും സംജാതമാകുവാൻ, നന്മയുടെ പ്രകാശോത്സവം നിറയ്ക്കുവാൻ ഗുരുവിന്റെ അമൃത വല്ലരികൾ കൊണ്ട് സാധിക്കും. തൃപ്പാദങ്ങളുടെ ജീവിതത്തെയും രചനകളെയും മാഹാത്മ്യത്തെയും ഒക്കെ കുറിച്ച് 1500-ലധികം പുസ്തകങ്ങൾ വ്യത്യസ്ത ഭാഷകളിലായി പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഒരു സാഹിത്യ പ്രപഞ്ചം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാം. കാരണം ഗുരുദേവ കൃതികളുടെ സമാഹാരം, വ്യാഖ്യാനം, വിവർത്തനം, ജീവചരിത്രം, സ്മരണ, കവിത, സ്തോത്രം, അങ്ങനെ ഒരുപാട് ഒരു സാഹിത്യ പ്രപഞ്ചം തന്നെ ഉണ്ട് ഗുരുവിന്റെ വ്യത്യസ്തമായ ഭാഷകളിലായിട്ട്. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ട കൃതികൾ തന്നെയാണ്. ഈ ഗുരുദേവ കൃതികളെ നമ്മൾ എടുത്തു വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വിസ്മരിക്കാനാവാത്ത 2 മഹത്തുക്കളുണ്ട്. അതായത് KM കുമാരസ്വാമി സന്യാസിയും സ്വാമി ജോൺ ധർമ്മതീർത്ഥരും. കൃതികളുടെ പ്രഥമ സമാഹാരമായ ദിവ്യ സ്തോത്ര രത്നാവലി ഇത് 1941 പ്രസിദ്ധപ്പെടുത്തിയത് ഈ കുമാരസ്വാമി സന്യാസിയാണ്. ഇതിനു മുമ്പ് തൃപ്പാദങ്ങൾ കർമ്മകാണ്ഡത്തിൽ ലയിച്ചിരുന്നപ്പോൾ തന്നെ കൃതികൾ ഓരോ ശ്ലോകങ്ങളായിട്ടും ഖണ്ഡാശയങ്ങളായിട്ടും ഒക്കെ പല പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അതായത് സുജന നന്ദിനി, പരവൂർ കേശവനാശാന്റെ മിതവാദി, വിവേകോദയം, അങ്ങനെ വാരികകളിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ കുമാര സന്യാസിയാണ് പ്രഥമ സമാഹാരമാണ് ആദ്യത്തേതെന്ന് നമ്മളുടെ കൈകളിൽ ഈ സ്തോത്ര രത്നാവലി കിട്ടുന്നത്. അതുപോലെ തന്നെ മഹാഗുരുവിന്റെ സന്യാസ ശിഷ്യന്മാരിൽ പ്രഥമ നിയമ ബിരുദധാരിയായ സ്വാമി ധർമ്മതീർത്ഥർ ഗുരുദേവ കൃതികൾ ക്രോഡീകരിക്കുന്നതിൽ നിസ്തുലമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പല ശിഷ്യന്മാരുടെയും അതായത് ഗുരുവിന്റെ സഹപാഠികളായിരുന്നവരുടെയും വ്യക്തികളുടെയും ഒക്കെ കൈവശമുണ്ടായിരുന്ന ഒട്ടേറെ കൃതികൾ കണ്ടെടുത്ത് പ്രചരിപ്പിക്കുന്നതിൽ ധർമ്മതീർത്ഥ സ്വാമികൾ ഏറെ യത്നിച്ചിട്ടുണ്ട്. ഓരോ മഹാഗുരുവിന്റെ ഓരോ കൃതികളും നമ്മൾക്കറിയാം. അതായത് 64ഓളം കൃതികളുണ്ട്. അതിൽ 3 ഭാഷകളിലായിട്ടാണ് തൃപ്പാദങ്ങൾ അതെല്ലാം രചിച്ചിരിക്കുന്നത്. മലയാളം, സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളിൽ രചിച്ചിരിക്കുന്ന ഈ കൃതികളിൽ പദ്യകൃതികളും ഗദ്യകൃതികളും തർജ്ജമകളും അതുപോലെ ശ്ലോകങ്ങളും മംഗളാശംസകൾ, അങ്ങനെ ഒരു സ്തോത്ര രത്നാവലി നമ്മളുടെ കയ്യിൽ കണ്ടു കിട്ടിയിരിക്കുന്നത്. ഈ ഗുരുവിന്റെ കൃതികളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓരോ തലക്കെട്ടിൽ നിന്നും നമുക്ക് കൃതിയുടെ ഉള്ളടക്കവും അത് ഉൾക്കൊള്ളുന്ന പദ്യങ്ങളുടെ എണ്ണവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രകൃതികളിൽ മിക്കവതും പ്രതിപാദിച്ചിരിക്കുന്ന ബ്രഹ്മ പ്രതീകമായ മൂർത്തികൾ ഏതെന്ന് തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ വിചാരം ചെയ്യുന്ന
ശിവപ്രസാദ പഞ്ചകം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തലക്കെട്ട് കാണുമ്പോൾ തന്നെ ശിവപ്രസാദ പഞ്ചകം, ശിവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയുള്ള 5 പദ്യങ്ങൾ. അതുപോലെ വിനായക അഷ്ടകം, വിനായകനെ സ്തുതിച്ചുകൊണ്ടുള്ള അഷ്ടകം 8 പദ്യങ്ങൾ, ഭദ്രകാളി അഷ്ടകം, വാസുദേവ അഷ്ടകം, ഷൺമുഖ ദശകം, ശിവശതകം. അങ്ങനെ നമ്മൾ ഓരോ പദ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിന്റെ തലക്കെട്ടുകളിൽ കൂടി തന്നെ ബ്രഹ്മപ്രതീകമായ മൂർത്തി ഏതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്, എത്ര പദ്യങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ദാർശനിക കൃതികളിലും പ്രബോധനാത്മക കൃതികളിലും ഒക്കെ ഏതെങ്കിലും മൂർത്തിയെ അല്ല, അവിടെ നാമരൂപരഹിതമായ ഈശ്വരനെ കാട്ടിത്തരുന്ന തന്നെ ഇവരുടെയൊക്കെ പേരുകളുടെ പ്രത്യേകതകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ദൈവദശകം, ആത്മോപദേശതകം, ഇവിടെയൊക്കെ നാമരൂപരഹിതമായ ഈശ്വരനെ കാട്ടിത്തരുന്നു. നമുക്കറിയാം, കണ്ണുകൊണ്ട് കാണുവാനോ, മൂക്കുകൊണ്ട് മണക്കുവാനോ, തൊക്കുകൊണ്ട് സ്പർശിക്കുവാനോ, ജലത്തിന് നനയ്ക്കുവാനോ, കാറ്റിനെ നശിപ്പിക്കുവാനോ, ഒന്നും ശോഷിപ്പിക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. അതൊക്കെ അനുഭവിയാതെ അറിവില്ല എന്നാ. നമുക്കറിയാം, ദൈവദശകം എന്നൊരു കൃതി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക ഒരു പേരോ ഒന്നും അവിടെ പറയുന്നില്ല. നാമരൂപരഹിതമായി ഈശ്വരനെ കാട്ടിത്തരികയാണ്. അതുപോലെ തന്നെ ആത്മോപദേശ ശതകവും നമ്മൾ എടുത്തു വെച്ച് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയുവാൻ സാധിക്കും. അതുപോലെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന കൃതികളും തലക്കെട്ടുകളിലൂടെ അവയുടെ സൂചന നൽകുന്നുണ്ട്. ഇന്ദ്രിയ വൈരാഗ്യം, ഇന്ദ്രിയ ശുദ്ധിയുടെ ആവശ്യകതയും അതിലേക്കുള്ള വഴിയുമാണ് അതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ പിണ്ടനന്ദി, ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു തന്റെ പിണ്ടത്തെ കാത്തു സൂക്ഷിച്ച് ദൈവത്തോടുള്ള നന്ദിയാണ് ഈ പിണ്ടനന്ദിയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അനുകമ്പാ ദശകം, അനുകമ്പയുടെ പ്രാധാന്യവും അനുകമ്പാ മൂർത്തികളായ അവതാര പുരുഷന്മാരുമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ ഈ കൃതികളെ 5ആയിട്ട് നമുക്ക് തരംതിരിച്ച് തന്നിരിക്കുക. സ്വോത്ര കൃതികൾ, ദാർശനിക കൃതികൾ, പ്രബോധനാത്മക കൃതികൾ, തർച്ചിമകൾ, അങ്ങനെ. അതിനകത്ത് സ്വോത്ര കൃതികൾ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ദർശന മഹിമയും പ്രപഞ്ച വീക്ഷണവും ഒക്കെ അലതല്ലുന്ന മനോഹരങ്ങളായ 33 കവനങ്ങളാ. നമുക്കറിയാം, ശിവൻ, ദേവി, വിഷ്ണു, സുബ്രഹ്മണ്യൻ, വിനായകൻ എന്നീ മൂർത്തികളെ ബ്രഹ്മപ്രതീകമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൃഢവും ശുദ്ധവുമായ ഭക്തി ഉണ്ടാവും, മനോജയം, ഇന്ദ്രിയ ശുദ്ധി, വൈരാഗ്യം എന്നീ സദ്ഭാവങ്ങളാണ് ഇവിടെ നൽകുന്നത്. ഓരോ കൃതിയും എടുത്ത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, അതായത് നമ്മുടെ ഗുരുവിന്റെ ദർശന മഹിമയും പ്രപഞ്ച വീക്ഷണവും ഒക്കെ അലതല്ലുന്ന കൃതികളാണിതിൽ. അതുപോലെ ദാർശനിക കൃതികൾ, ഭഗവാൻ നമുക്ക് പകർന്നു തരുന്ന ദർശനം അദ്വൈത ദർശനമാണ്. മഹാഗുരു അദ്വൈത ദർശനത്തെ വാക്കുകളിൽ ഒതുങ്ങുന്ന തലത്തിലല്ല അവതരിപ്പിച്ചത്, മറിച്ച് ജീവിതത്തിലുടനീളം ഓരോ വ്യക്തിയും അത് ഉയർത്തിപ്പിടിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് കാട്ടിത്തരികയായിരുന്നു ദാർശനിക കൃതികളിലൂടെ. ഈശ്വരനെ തന്നിലും സകല ചരാചരങ്ങളിലും ദർശിക്കുവാൻ ഓരോ സത്യജിജ്ഞാസുവിനെയും പ്രാപ്തനാക്കുന്ന ദാർശനിക കൃതികളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് 11 ദാർശനിക കൃതികളാണ് ഉള്ളത്. അതായത് ദൈവദശകം, വേദാന്ത സൂത്രം. നമുക്ക് ആ കൃതി പുസ്തകം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൃതി പുസ്തകം എടുത്ത് നമ്മൾ വായിക്കാൻ തുടങ്ങുന്നതിന് തന്നെ ഇതിന്റെ ആദ്യത്തെ ആമുഖം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ സ്വോത്ര കൃതികൾ എത്ര എണ്ണമാണെന്നും പ്രബോധനാത്മക കൃതികൾ, ദാർശനിക കൃതികൾ, അത് വേറെ വേറെ തിരിച്ച് നമുക്ക് തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പ്രബോധനാത്മക കൃതികൾ സത്യദർശനമായ അദ്വൈത ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തൃപ്പാദങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ നൽകുന്ന അറിവാണ് പ്രബോധനാത്മക കൃതികൾ. ഇവയുടെ മനനം കൊണ്ട് നമുക്ക് ശരി തെറ്റുകളെ, ധർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് നേരാം വഴിക്ക് വരാനുള്ള വിവേകം നൽകുവാണ്. കാരണം നമ്മൾക്കറിയാം, ഈ പ്രബോധനാത്മക കൃതിയായ ജാതി നിർണയം, ജാതി ലക്ഷണം, സദാചാരം, അനുകമ്പാ ദശകം, ഇവ ഓരോന്നും ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം. ഈ ജാതി നിർണയത്തിൽ തന്നെ എന്താണ് പറയുന്നത്? മനുഷ്യാണം, മനുഷ്യത്വം, ജാതിർഗോത്വം, ഗവാമെത, ന ബ്രാഹ്മണാതിര ശൈവം ഹാതത്വം വേത്തി കോപിനഹ. ഇവിടെയൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ശരി തെറ്റുകളെ മനസ്സിലാക്കി ധർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് നേരാം വഴിക്ക് നമ്മൾ ചരിക്കുവാൻ വേണ്ടിയാണ് ഗുരു ഇങ്ങനെയുള്ള കൃതികളെല്ലാം നമ്മൾക്ക് രചിച്ചു തന്നിരിക്കുന്നത്. ജാതി ലക്ഷണത്തിലും അതുപോലെ തന്നെ. അതുപോലെ സദാചാരത്തിൽ പറയുന്നുണ്ട്, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. അതുപോലെ അനുകമ്പാദശകത്തിൽ എന്താ പറയുന്നത്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയുണ്ടാവണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളെ ആ ശരി തെറ്റുകളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് പ്രബോധനാത്മക കൃതികൾ ഓരോന്നും എടുത്തു വെച്ച് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. അതുപോലെ ഗദ്യകൃതികൾ ഗുരുവിന്റെ ഈശ്വരാനുഭൂതിയുടെയും സത്യദർശനത്തിന്റെയും ഗദ്യ രൂപത്തിലുള്ള വാഗ്മയ ചിത്രങ്ങളാണ് ഗുരുവിന്റെ ആ ഗദ്യപ്രാർത്ഥന യിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഗദ്യപ്രാർത്ഥനയിൽ ദൈവചിന്തനം കൊണ്ട് ആത്മവിലാസം, അതുപോലെ സാധകനെ എത്തിക്കുന്ന ഒരു രാജപാതയാണ്
ഓരോ കൃതികളും നമ്മൾ അതുപോലെ തർജ്ജിമകളാണേലും നമ്മൾ പഠിക്കുമ്പോൾ ഉപനിഷത്തുകളിൽ ഗുരുദേവനുണ്ടായിരുന്ന ആ അവഗാഹം സൂക്ഷ്മമായി തെളിയിക്കുന്ന ഓരോ കൃതികൾ, അതായത് ഈശോവാസി ഉപനിഷത്തും തിരുവള്ളൂരിന്റെ തിരുക്കുറലും, ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്കറിയാം. അതായത് ഉപനിഷത്ത് സൂക്തികളിൽ പറയുന്ന ആ 4 മഹാവാക്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസി, തത്വമസി, ഈ 4 മഹാവാക്യങ്ങളിൽ എന്താണോ പറയുന്നത്, അതായത് ബ്രഹ്മമാണ് എല്ലാം, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈശ്വരൻ, അത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഈ ഉപനിഷത്ത് സൂക്തികളിലെല്ലാം പറയുന്നത്. ഇത് തന്നെയാണ് മഹാഗുരു വളരെ ലളിതമായി നമ്മൾക്ക് ആത്മോപദേശ ശതകം എന്ന കൃതിക്കകത്ത് വളരെ ലളിതമായി പറയുന്നുണ്ട്. അവനവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീ ആദിമമായൊരു ആത്മരൂപം. അതായത് അത്ര അതിമനോഹരവും അർത്ഥഭാരമേറിയതുമായ വരികളാണ്, ആലോചനമർദ്ദമായ ഒരു അമരവാണികൾ തന്നെയാണ് നമുക്ക് അവിടെ തരുന്നത്. ആ ഈശോവാസി ഉപനിഷത്തിലും ഒക്കെ ഗുരുവിന്റെ ആ ഉപനിഷത്തിന്റെ എത്രത്തോളം അവഗാഹം സൂക്ഷ്മമായി തെളിയിക്കുന്ന ഒരു രീതിയിലാണ് ഗുരുവിന്റെ ആ തർജിമകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ ഗുരുവിലേക്ക് എത്തുവാനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗമാണ് ഗുരുവിന്റെ കൃതികൾ. ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി സർവോത്കൃഷ്ടമായ ചതയൻ നാളിൽ പൂജാതനായ നാരായണൻ നൈതിരികവും കഠിനവും അന്നപനാദികളെ വിസ്മരിച്ചുകൊണ്ടും ഗുരുവെന്ന പരമപദത്തിലെത്തി ആ സത്യത്തെ ഉപനിഷത്ത് സൂക്തികളിലൂടെയും ഗുരുവിന്റെ ആത്മകഥാകഥനം എന്ന് പറയാവുന്ന ആത്മാനന്ദ അനുഭവമായ അമൃത വെല്ലരികളിലൂടെയും ഒക്കെ നമുക്ക് പകർന്നു തരികയായിരുന്നു. ഒരു ഗുരുവിൽ നിന്നും എന്താണോ ഈ ലോകത്തിൽ ലഭിക്കേണ്ടത്, അത് ബ്രഹ്മവിദ്യയാണ്. അത് നമ്മൾക്ക് ജീവിത ആദർശങ്ങളുടെ നേർക്കാഴ്ച നൽകുന്ന ഒരു ദർശനമാണ്. ഗുരുകൃതികളിലൂടെ സഞ്ചരിച്ചാൽ വ്യത്യസ്തമായ മുഖഭാവങ്ങളെ അറിയാനുള്ള ഏറ്റവും യുക്തിയുക്തമായ വഴിയും ഇത് തന്നെയെന്ന് നമുക്ക് പരിചയപ്പെടുവാൻ സാധിക്കും ഗുരുവിന്റെ കൃതികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഗുരുവിന്റെ കവിത്വസിദ്ധി അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഭാഗമുണ്ട്. ഈ കൃതിയുടെയൊക്കെ ഒരു രചനാശൈലി, നമ്മളൊക്കെ ഏത് കൃതിയും സ്വീകരിക്കുന്നത് അവ പാരായണം ചെയ്യുവാൻ, അത് ചൊല്ലുവാനുള്ള സൗകര്യം കൂടി ചിന്തിച്ചാവും നമ്മൾ ഓരോ കൃതിയും എടുത്ത് പഠിക്കുന്നത്. നമുക്ക് ആ കൃതി ചൊല്ലുവാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, അത് പാരായണം ചെയ്യുവാൻ എളുപ്പമാണെങ്കിലാണ് നമ്മൾ വീണ്ടും അത് ചൊല്ലുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗുരുദേവ കൃതികളെല്ലാം തന്നെ താളാത്മകമായി ചിട്ടയോടെ സംഗീത ബോധത്തോടെയാണ് അത് രചിച്ചിരിക്കുന്നത്. ഓരോ കൃതിയുടെയും വൃത്തം, പദഘടന ഇവയൊക്കെ ചിന്തിച്ചാൽ ഗുരുവിന്റെ കവിത്വസ്ഥിതി നമ്മളെ അത്ഭുതപ്പെടുത്തും. അതായത് ഓരോ കൃതിയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, ഓരോ വൃത്തത്തിലാണ്. വേറെ ആർക്കും ഇതുപോലെയുള്ള വൃത്തത്തിൽ എഴുതുവാൻ സാധിക്കുക, ഗുരു എഴുതിയ രീതിയിൽ ഒരു വൃത്തത്തിൽ എഴുതാൻ സാധിക്കാത്ത ഒരു രീതിയിലാണ് ഗുരുവിന്റെ ഓരോ കൃതിയിലും വൃത്തങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ. ഈ വൃത്തം എന്ന് പറയുന്ന പദ്യം നിർമ്മിക്കുന്ന ഒരു തോതാണ് ഈ വൃത്തം എന്ന് പറയുന്നത്. അതായത് പദ്യത്തിന് താളാത്മകത നൽകുന്ന ഒരു തോത്, അതായത് താളക്രമം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് കാതുകൾക്ക് കേൾക്കാൻ ഇമ്പമുള്ളതാകും. നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കുന്ന തരത്തിൽ താളാത്മകമായിട്ടാണ് ഒട്ടുമിക്ക കൃതികളും ഗുരു രചിച്ചിരിക്കുന്നത്. അത് ഒരുപാട് വൃത്തങ്ങളുണ്ട്. ഭുജംഗപ്രയാതം, മത്തേപം, അനുഷ്ഠിപ്പ്, കുസുമമഞ്ചരി, വസന്തതിലകം, മഥനാർത്ത, തോടകം, ശീതി, മൃഗേന്ദ്രമുഖം, വിയോഗിനി, ശാർദൂല വിക്രീഡിതം, മല്ലിക, മഞ്ചരി എന്നിങ്ങനെയുള്ള വൃത്തങ്ങളിലാണ് കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ആദ്യമേയൊക്കെ 1-2 വൃത്തത്തിൽ മാത്രം കൃതികൾ എല്ലാവരും രചിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഗുരു ഒരുപാട് വൃത്തങ്ങളിൽ, അതായത് ചില കൃതികളിലാണെങ്കിൽ 2-3 വൃത്തങ്ങൾ വരുന്നുണ്ട്. ശിവശതകത്തിലൊക്കെ മൃഗേന്ദ്രമുഖം കൂടാതെ വേറെ വൃത്തങ്ങളിലുമൊക്കെ ആ കൃതി രചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ദൈവദശകമൊക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കൃതിയാണ് ദൈവദശകം. നമ്മൾ എപ്പോഴും അതായത് ദൈവോപനിഷത്ത് എന്ന് വിളിക്കുന്ന ഇന്ന് 114 ഭാഷകളിലായിട്ട് വിവർത്തനം ചെയ്തിരിക്കുന്ന ദൈവദശകം. ഈ ദൈവദശകം ഒരു വരിയിൽ 8 അക്ഷരങ്ങൾ വീതമുള്ള അനുഷ്ഠിപ്പ് എന്ന വൃത്തത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. ദർശനമാല, നിർവൃതി പഞ്ചകം, ശ്ലോകത്രയി, ജാതി നിർണയം, ജാതി ലക്ഷണം, സദാചാരം, ആശ്രമം, ധർമ്മം, ഈശോവാസി ഉപനിഷത്ത് എന്നീ കൃതികളൊക്കെ രചിച്ചിരിക്കുന്നതും ഈ അനുഷ്ഠിപ്പ് വൃത്തത്തിലാണ്. അതുപോലെ വിനായകാഷ്ടകം ഭുജംഗപ്രയാതം എന്ന വൃത്തത്തിലാണ്. ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിൽ ശ്രീകൃഷ്ണ ദർശനം, ബ്രഹ്മവിദ്യാ പഞ്ചകം ഇതൊക്കെ. അതുപോലെ അധികം ആരും ഉപയോഗിക്കാത്ത മത്തേപം എന്ന വൃത്തത്തിൽ ജനനി, നവരത്ന മഞ്ചരി, നവമഞ്ചരിയൊക്കെ രചിച്ചിട്ടുണ്ട്. ഈ ശാർദൂല വിക്രീഡിതം എന്ന് പറഞ്ഞ ആ വൃത്തത്തിൽ നമ്മുടെ മഹാകവി കുമാരനാശാൻ ഗുരുവിനോടൊപ്പം ചേർന്നുള്ള ഗുരുവിന്റെ അരമ ശിഷ്യനാണെന്ന് നമുക്കറിയാം.
ആ ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിൽ 34 പദ്യങ്ങൾ വരെ ഒരു നിമിഷം കൊണ്ട് എഴുതുവാൻ ഈ കുമാരനാശാന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും കുമാരനാശാൻ അത്രത്തോളം ഗുരുവിനോട് ചേർന്ന് നിന്നു അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത് കൊണ്ട്. അപ്പം ഭക്തിയും ശുദ്ധിയും ആത്മജ്ഞാനവും ഒക്കെ നിറച്ചു വെച്ചിരിക്കുന്ന ഈ നിധി കുംഭങ്ങൾ ഋഷി, അതായത് കവിയായ ഗുരുവിന്റെ കവിത്വസിദ്ധിയെ എത്ര ഗംഭീരമായി എടുത്തു കാട്ടുന്നു എന്ന് നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. സാമിപ്രപാദങ്ങൾ ഋഷി കവിയാണ്. ആ മഹാഗുരുവിന്റെ ഗംഭീരങ്ങളായ കവനങ്ങളിലെ ഒരു പ്രധാന കൃതിയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്ന ശിവപ്രസാദ പഞ്ചകം. അതായത് നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ പോലും അറിയാവുന്ന, അതായത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ചൊല്ലുവാൻ ഇഷ്ടമുള്ള, കേൾക്കുവാൻ ഇഷ്ടമുള്ള, പഠിക്കുവാൻ സുഖമുള്ള ഒരു കൃതിയാണ് ശിവപ്രസാദ പഞ്ചകം. നമ്മൾ ദൈവദശകം കഴിഞ്ഞാൽ നിത്യേനെ ചൊല്ലുന്ന ഒരു കൃതിയാണ്. ശിവന്റെ പ്രസാദത്തിന് വേണ്ടിയുള്ള ഒരു അർച്ചനയാണ്. പ്രസാദം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രഹ്മപ്രതീകമായ ദേവതയാണ് ശിവൻ എന്ന് പറയുന്നത്. ശിവന്റെ വിവിധ മൂർത്തികളെ നമുക്ക് അനേകം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ശിവനെ ഇഷ്ടദേവതയായി ആരാധിക്കുന്നവർക്കായി ഉപാസിക്കാനായി ധാരാളം ശിവസ്തുതികൾ രചിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ലളിതവും ലഘുവായതും ജനകീയമായതുമായ ഒരു സ്തോത്ര രചനയാണ് ശിവപ്രസാദ പഞ്ചകം എന്ന് പറയുന്ന ഈ കൃതി. ശിവനെ കുറിച്ച് വളരെ ഇമ്പമാർന്ന് ലയതാള ഭംഗിയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 5 ശ്ലോകങ്ങൾ അടങ്ങിയ ചെറുപദ്യമാണ്. അതായത് ഭഗവാൻ ആദ്യമായിട്ട് ശിവപ്രതിഷ്ഠ നടത്തിയ 1888 നമുക്കറിയാം ശിവപ്രതിഷ്ഠ നടത്തിയ. അവിടെ വെച്ച്, അതായത് ഭഗവാന്റെ അരുവിപ്പുറത്ത് വെച്ച് അത് ഭഗവാന്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസസ്വാമികൾക്ക്, ആ ശിവലിംഗദാസസ്വാമികൾ നേരിട്ട് ഗുരുമുഖത്ത് നിന്ന് തന്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്ത ഒരു പാവനമായ കൃതിയാണ് ഈ ശിവപ്രസാദ പഞ്ചകം. ഇത് തോടക വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഈ പദ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു സാധകൻ തന്റെ സാധക ജീവിതത്തിനായി, അതായത് ഒരു ഉപാസകൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സാധനാ പാഠമാണ് ഈ 1-ാം പദ്യത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഉപാസന തുടങ്ങുമ്പോൾ ഒരു സാധകന്റെ മുമ്പിൽ 3 കാര്യങ്ങളുണ്ട്. അതായത് ഈ 3 കാര്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് നമ്മുടെ 1-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകം, അതുപോലെ തന്നെ ഈ ലോകത്തെ അനുഭവിക്കുന്നതായിട്ടുള്ള ജീവൻ, അത് 2-ാമത്, 3 ഭഗവാൻ. ഇത് 3ഉം തമ്മിലുള്ള ബന്ധം. അതായത് ഇതിനകത്ത് എന്താ പറയുന്നത്? ഭവനാടകമാടും അരും പൊരുളേ എന്ന് പറയുന്ന, അരിയ പൊരുളേ എന്ന് പറയുന്നത് അവിടുത്തെ നാടകമാണ്. അതായത് ഭഗവാൻ ഈ നാടകത്തിൽ എന്തൊക്കെ വേഷം കെട്ടിയിട്ടുണ്ടെന്ന് ഭഗവാൻ തന്നെ, അതായത് അനേക വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. നമ്മൾക്കറിയാം ഈ പദ്യം നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ ആദ്യമേ എന്താണ് വിളിക്കുന്നത്? ഇവിടെ ഭഗവാൻ, അവിടെ ഭഗവാൻ എന്ന അധിഷ്ഠാനത്തിൽ നടക്കുന്ന നാടകമാണ് ഈ കൃതിയുടെ ആദ്യം തന്നെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യത്തെ പദ്യത്തിൽ പല പേരുകളിലാണ് വിളിക്കുന്നത്. ശിവ, ശങ്കര, ശർവ, ശരണ്യ വിഭോ, ഭവ സങ്കടനാശന പാകി ശിവ. നീ ആദ്യത്തെ 4 ലൈൻ ഒന്ന് ചൊല്ലാം. ശിവ ശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ, കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ. അപ്പോൾ ആദ്യം തന്നെ വിളിക്കുന്ന ശിവ, ശങ്കര, ശർവ, ശരണ്യ, വിഭോ. അത് ശിവ എന്ന പദം തന്നെ മംഗളത്തെ സൂചിപ്പിക്കുന്നു. മംഗളസ്വരൂപിയായ ശിവൻ എല്ലായ്പ്പോഴും മംഗളമായ സ്വരൂപത്തോടു കൂടിയവൻ. ശങ്കരൻ എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമായ മംഗളം മറ്റുള്ളവർക്ക് കൂടി പങ്കിട്ട് കൊടുക്കുന്ന ഭഗവാൻ. ശർവ എന്ന് പറഞ്ഞാൽ സംഹാരമൂർത്തിയായ ഭഗവാൻ. നമ്മുടെ ഉള്ളിലെ കാമ, ക്രോധ, ലോഭ, മോഹാദിയായ ഏതിനെയും സംഹരിച്ച് മംഗളം അരുളാൻ സാധിക്കുന്ന ഭഗവാൻ. നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഭഗവാൻ. ശരണ്യ എന്ന് പറഞ്ഞാൽ ആർക്കും അഭയം നൽകുന്ന ഭഗവാൻ. ശരണാഗതരായവരെ കൈ പിടിച്ചുയർത്തുന്ന ഭഗവാൻ. വിഭോ എന്ന് പറഞ്ഞ ഭഗവാൻ തന്നെ. നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഭഗവാനെയാണ് വിഭോ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ വിചാരിച്ചത് മംഗളത്തെ സൂചിപ്പിക്കുന്ന മംഗള സ്വരൂപിയായ ഭഗവാൻ, എല്ലായ്പ്പോഴും മംഗള സ്വരൂപത്തോടു കൂടിയവർ, തന്റെ സ്വരൂപമായ മംഗളം മറ്റുള്ളവർക്ക് കൂടി പങ്കിടുന്ന ഭഗവാൻ എന്ന് പറഞ്ഞ ശങ്കരൻ.
സർവ സംഹാരമൂർത്തിയായ ഭഗവാൻ, നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോഭ മോഹാദിയായ ഏതിനെയും സംഹരിച്ച് മംഗളം അരുളാൻ സാധിക്കുന്ന ഭഗവാൻ, നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഭഗവാൻ, ശരണ്യ എന്ന് പറഞ്ഞാൽ ആർക്കും അഭയം നൽകുന്ന ഭഗവാൻ. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ അതുപോലെ ഭവസങ്കട നാശന എന്ന് പറഞ്ഞാൽ ഭവസങ്കടം, അതായത് ജനനം മുതൽ മരണം വരെ വന്നനുഭവിക്കുന്ന എല്ലാവിധ കാരണങ്ങളും, മരണം, രോഗം, വാർദ്ധക്യം, ദുഃഖം, ഭയം തുടങ്ങിയ എല്ലാ ദുഃഖങ്ങളും ഇതെല്ലാം തീർത്തു തരാൻ കഴിവുള്ള ഭഗവാനാണ്. പാഹി എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിച്ചാലും, ശിവ എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടദേവതയായ ശിവ എന്ന് വിളിക്കുന്നത്. കവി സന്തതി സന്തതവും തൊഴാം, സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കുമ്പിടുന്നത്. അത് കവി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ ജഡപദാർത്ഥങ്ങളായ നമ്മളെ പോലുള്ള ഓരോന്നിന്റെയും പൊരുൾ എന്താണെന്ന്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നിന്റെയും പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരെയാണ് കവി എന്ന് പറയുന്നത്. അവനവന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി പരമാത്മ സത്യം കണ്ടറിഞ്ഞിട്ടുള്ളവരാണ്, ശിവബോധ സ്വരൂപമാണ്. കവി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പൊരുളിന്റെ പ്രതീകമാണ് ശിവൻ. അതായത് ആത്മജ്ഞാനികളായ ഋഷിമാരെ വിളിച്ചിരുന്ന പേരാണ് കവി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കവി എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് നിമിഷ കവികൾ, നമുക്ക് പെട്ടെന്ന് തന്നെ കവിത എഴുതാൻ സാധിക്കും. നമ്മൾക്ക് പെട്ടെന്ന് ഒരു 2 വരി എഴുതിയ നമ്മൾ നിമിഷ കവി എന്ന് പറയും. അങ്ങനെ കവിത എഴുതുവാൻ, അങ്ങനെ എഴുതുന്നത് നമ്മൾ കവി എന്ന് വിളിക്കും. പക്ഷെ പണ്ട് നമ്മൾ വിശ്വപ്രസിദ്ധങ്ങളായ സൃഷ്ടികളെല്ലാം തന്നെ ചില പ്രത്യേക വിശിഷ്ട മുഹൂർത്തങ്ങളിൽ വിരചിതമായവയാണെന്നാണ് പേരെടുത്ത സാഹിത്യ സൃഷ്ടികളുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമാകുന്നത്. അതായത് പ്രപഞ്ചശക്തിയുടെ അപരിമേയത്വം കൊണ്ട് സർഗശക്തി ഉന്നിദ്രമായി തീരുകയോ അദൃശ്യവും അത്ഭുതകരവുമായ ചില ദിവ്യ ശക്തികളുടെ അനച്ചോദനം മൂലം സർഗധനന്മാർ മാനസരായി തീരുകയോ ചെയ്യുമ്പോഴാണ് വിശ്വസാഹിത്യത്തിലെ പല കവികളും ജന്മം എടുത്തിട്ടുള്ളതെന്ന് ആധുനിക ഗ്രന്ഥങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ വിശ്വപ്രസിദ്ധ ഇറ്റാലിയൻ കവിയായ ദാന്തെ എന്ന് പറഞ്ഞ, അതായത് ലോക ക്ലാസിക് ആയിട്ട് തീർന്ന ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞ ഒരു കാവ്യ സ്വരൂപമുണ്ട്. അതിന്റെ ഒരു ആന്തരിക ഭാഗം, അതായത് ഈ ഡിവൈൻ കോമഡി എഴുതുവാൻ വേണ്ടി ഈ കവി വളരെയേറെ ശ്രമിച്ചു. അതിന്റെ ആന്തരിക ഭാഗം വളരെ നാൾ മനസ്സിൽ കൊണ്ടു നടന്നു. പക്ഷെ എങ്കിലും തന്റെ മഹാകാവ്യം എപ്പോൾ എങ്ങനെ സമാരംഭിക്കണമെന്ന് മഹാകവി ചിന്തിക്കുകയും 2-3 ദിവസം അദ്ദേഹം ധ്യാനനിരതനായിട്ട് ഇരിക്കുകയും ചെയ്തു എന്നാണ് ഡിവൈൻ കോമഡിയെ പറ്റി ഗവേഷണം നടത്തിയിട്ടുള്ളവരും എഴുതി സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് തന്റെ കാവ്യത്തിൽ രചന തുടങ്ങുവാൻ പല പ്രാവശ്യം ഉദ്യമിച്ചുവെങ്കിലും ഒരു വരി പോലും അദ്ദേഹത്തിന് എഴുതുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ധ്യാനനിരതനായി ഇരുന്നതിന് ശേഷം ഒരു പ്രഭാത വേളയിൽ എഴുതുവാനിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കാവ്യാനുഭൂതിയുടെ ഒരു ആനന്ദ തരംഗങ്ങൾ അദ്ദേഹത്തെ അതിവേഗം താലോലിക്കുവാൻ എത്തി. തന്റെ മനസ്സിൽ ഏതോ ഒരു മഹാശക്തിയുടെ സൗമ്യ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാ അദ്ദേഹത്തിന് തോന്നിയേ. എന്തുകൊണ്ട്? അദ്ദേഹം ആദ്യമേ ഒന്നും അത് ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല, പിന്നീട് ധ്യാനനിരതനായിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യ പ്രചോദിത മുഹൂർത്തമായിരുന്നു അത്. ദാന്തെയുടെ ഈ മഹാകാവ്യം വിശ്വസാഹിത്യത്തിലെ അത്യുത്കൃഷ്ട കാവ്യമായി ഇന്നും നിലകൊള്ളുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ ദൈവീക മുഹൂർത്തത്തിനുള്ളിൽ രചിക്കപ്പെട്ട കാവ്യങ്ങളെല്ലാം തന്നെ അതിവിശിഷ്ടമായി തീർന്നിട്ടുണ്ട്. നമുക്കറിയാം, മഹാഗുരു ജനനി നവരത്ന മഞ്ജരി രചിക്കുന്നത് താൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ അന്തരാത്മാവിൽ നിന്ന് ഊറി വന്നത് സംഗീത സ്വാമികൾ എന്നറിയപ്പെടുന്ന സുഗുണാനന്ദഗിരി സ്വാമികൾ എഴുതിയെടുത്തതാണെന്ന് നാം കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിവിശിഷ്ടമായ ഓരോ ദൈവീക മുഹൂർത്തങ്ങളിൽ വിരചിതമാകുന്നതാണ് ഈ കവികൾ എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്നതൊക്കെ ആ ഒരു ദിവ്യ മുഹൂർത്തത്തിലാണ്. അതുപോലെ തന്നെ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ തന്റെ സ്വന്തം ബോട്ടിൽ മലർന്നു കിടന്ന് പത്മാ നദിയിലൂടെ മെല്ലെ മെല്ലെ ജലയാത്ര നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അനന്തമായ ആകാശവും നക്ഷത്രജാലങ്ങളും നിറയെ പൂവണിഞ്ഞു കിടക്കുന്ന ആറ്റുവഞ്ചികളുമൊക്കെ പത്നിയുടെ ഓളങ്ങൾ ഇളക്കുന്ന താളങ്ങളുടെ സംഗീത സൗഖ്യവും മഹാകവിയെ വളരെയധികം പ്രചോദിപ്പിച്ചു. ആ പ്രപഞ്ച സൗന്ദര്യത്തെയും സൃഷ്ടിയുടെ അപാരതയും പറ്റി അദ്ദേഹം കവിത ചൊല്ലി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ആത്മീയ പരിവേഷം ലഭിച്ച ദിവ്യ മുഹൂർത്തത്തിൽ നിർമ്മിതമായതാണ് ആ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ സത്യം കണ്ടെത്തിയ ക്രാന്തദർശികൾ സദാ കുമ്പിടുന്ന ഭഗവാൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഭവനാടകം ആടും അരുംപൊരുളെ, അതായത് സംസാര നാടകം നടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധ സ്വരൂപനായ ഭഗവാൻ, അതായത് ശിവൻ മംഗളകാരിയാണ്, മംഗളസ്വരൂപനാണ്. ആ മംഗളസ്വരൂപമായ ശിവനിൽ മനസ്സേകാഗ്രപ്പെട്ട് ദാനനിമഗ്നായി ഇരിക്കുമ്പോൾ
ആ മംഗളത്തിന്റെ അംശം ഏകാഗ്രപ്പെടുന്നവനും പകർന്നു കിട്ടുന്നു. അതായത് മംഗളസ്വരൂപിയായ ഭഗവാൻ തന്റെ സ്വരൂപം തന്നെയായ മംഗളത്തെ തന്നെ ഇഷ്ടദേവതയായി കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഏതൊന്നിനെയും നിഗ്രഹിക്കാനും അനുഗ്രഹിക്കുവാനുമുള്ള ശക്തിയുള്ള ഭഗവാൻ, തലോടാനും തള്ളിക്കളയാനും ശക്തിയുള്ള ഭഗവാൻ, എല്ലാം സഹിച്ച് പൂർണ്ണ മംഗളം അരുളിക്കൊണ്ടിരിക്കുന്നു. ആ വിഭുവിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ദേവനെ, ആ ആത്മാവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ജനന മരണ രൂപത്തിലുള്ള ഈ ലോക ജീവിതത്തിലെ സകല ക്ലേശങ്ങളും ഇല്ലാതായി തീരുന്നതാണ്, ഒടുങ്ങുന്നതാണ്. അതുകൊണ്ട് ആ ശിവൻ ഭവസങ്കടനാശൻ എന്നാണ് പറയുന്നത്. ആ സത്യം മൂർത്തിമത്തായിരിക്കുന്നതാണ് ശിവൻ എന്ന് പറയുന്നത്. അതായത് ഇഷ്ടദേവതയുടെ നാമോച്ചരണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇവിടെ. അതുകൊണ്ടാണ് ശിവനെ പല നാമങ്ങളിൽ ഈ ശ്ലോകത്തിൽ നമുക്ക് ഈ 4 വരികളിൽ പറഞ്ഞിരിക്കുന്നത്. ശിവ ശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കട നാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവ നാടകമാടും അരും പൊരുളേന്ന്. അപ്പൊ ഈ 4 ലൈനിൽ നമ്മളോട് പറയുന്നത് നമ്മളുടെ ഇതിന്റെ ഇപ്പൊ നോട്ട് എഴുതണം, അത് അടുത്ത ക്ലാസ്സിൽ മതിയോ? ഇപ്പൊ എഴുതി പോകാം ടീച്ചറെ. ഇപ്പൊ എഴുതാനാണോ? ഓരോ വാക്കിന്റെയും വേണോ അതോ ഒന്നിച്ചുള്ളത് മതിയോ? ഒന്നിച്ചുള്ളത് മതി. മംഗളസ്വരൂപിയായ ഭഗവാൻ തന്റെ സ്വരൂപമായ മംഗളം ആ 4 ലൈൻ എഴുതി വെച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. മംഗളസ്വരൂപിയായ ഭഗവാൻ തന്റെ സ്വരൂപമായ മംഗളം മറ്റുള്ളവർക്കും പങ്കിടുന്ന ഭഗവാൻ, സംഹാരമൂർത്തിയായ ഭഗവാൻ, ആർക്കും അഭയം നൽകുന്ന ഭഗവാൻ, നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഭഗവാൻ, ജനന മരണ സംസാര ക്ലേശം മുഴുവൻ തീർത്തു തരാൻ കഴിവുള്ള ഭഗവാൻ, ജനന മരണ സംസ്കാര ക്ലേശം മുഴുവൻ തീർത്തു തരാൻ കഴിവുള്ള ഭഗവാൻ, സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കുമ്പിടുന്ന, സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കുമ്പിടുന്ന സംസാര നാടകം നടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധ സ്വരൂപനായ ഭഗവാൻ, എന്റെ ഇഷ്ടദേവതയായ ശിവഭഗവാൻ എന്നെ രക്ഷിച്ചാലും. ഒത്തിരി സ്പീഡാണ് മാഡം, എഴുതാൻ പറ്റുന്നില്ല.
അവസാനത്തെ ലൈൻ ഒന്നുകൂടെ പറയാം മാഡം. സത്യം കണ്ട ക്രാന്തദർശിയാണ്. സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കുമ്പിടുന്ന സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കുമ്പിടുന്ന സംസാര നാടകം നടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധ സ്വരൂപനായ ഭഗവാൻ എന്റെ ഇഷ്ടദേവതയായ ശിവഭഗവാൻ എന്നെ രക്ഷിച്ചാലും. മാഡം അത് മൊത്തം ഒന്ന് പറയാമോ? ഇവിടെ വിട്ടുപോട്ടുണ്ടെങ്കിൽ എഴുതാം. മൊത്തം ഒന്നുകൂടെ പറയാനോ? എന്തായിരുന്നു പറഞ്ഞ കേട്ടില്ല. പറഞ്ഞത് ഒന്നുകൂടെ മൊത്തം പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും വിട്ടുപോയെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാമായിരുന്നു. മംഗളരൂപിയായ ഭഗവാൻ, തന്റെ സ്വരൂപമായ മംഗളം മറ്റുള്ളവർക്കും പങ്കിടുന്ന ഭഗവാൻ, സംഹാരമൂർത്തിയായ ഭഗവാൻ, ആർക്കും അഭയം നൽകുന്ന ഭഗവാൻ, അനുഗ്രഹ ശക്തിയുള്ള ഭഗവാൻ, ജനന മരണ സംസാര ക്ലേശം മുഴുവൻ തീർത്തു തരാൻ കഴിവുള്ള ഭഗവാൻ, സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കുമ്പിടുന്ന സംസാര നാടകം നടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധ സ്വരൂപനായ ഭഗവാൻ, എന്റെ ഇഷ്ടദേവതയായ ശിവഭഗവാൻ എന്നെ രക്ഷിച്ചാലും. അടുത്തത് രണ്ടാം പദ്യത്തിൽ നമ്മുടെ അവസ്ഥ കുറച്ച് മോശമാണെന്നാണ് പറയുന്നത്. അതായത് രണ്ടാമത്തെ പദ്യത്തിൽ പറയുന്നത് കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ. അതായത് നമുക്കറിയാം, ഒരു ദുഃഖക്കടലിൽ വീണുപോയി. അതായത് നമ്മളുടെ ജീവിതത്തിന്റെ സഹജഭാവം ദുഃഖമാണ്. നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, ദുഃഖമാണ് കൂടുതലായിട്ടുള്ളത്. ഈ കരുങ്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ. ഭഗവാന് അത് സാധിക്കും, പൊതിഞ്ഞു പിടിക്കാൻ ഭഗവാന് സാധിക്കും എന്ന് പറയുന്നത്. ഈ ദുഃഖക്കടലിലൂടെ നമ്മൾ സ്വധർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ദുഃഖം നമ്മളെ സ്പർശിക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ ഭഗവാന് സാധിക്കും. അതായത് ഈ പൊതിഞ്ഞു പിടിക്കലിന് ഒരു വലിയ ഉദാഹരണം നമുക്ക് വേറൊരു കൃതിയിൽ പറയുന്നുണ്ട്. അവരുടെ പിണ്ടനന്ദി എന്ന് പറഞ്ഞ കൃതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊട് വളർത്തിയ കൃപാലുവല്ലി എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയെ. അപ്പോൾ ഇതൊക്കെ ഒരു പൊതിഞ്ഞു പിടിക്കലിന്റെ ഭാഗമാണ്. ഭഗവാൻ നമ്മളെ പൊതിഞ്ഞു പിടിക്കും. ഭഗവാൻ അങ്ങനെ പൊതിഞ്ഞു പിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതിന്റെ ആദ്യത്തെ വരികളിൽ നമ്മളോട് പറയുന്നുണ്ട്. പൊരുളെന്നു ഉടമ്പൊടു മക്കളുയർ തിരളെന്നു ഇതൊക്കെ അനർത്ഥകരം. അപ്പോൾ ഈ വരികളിൽ എന്താ പറയുന്നത്? ആദ്യത്തെ വരികളിൽ എന്താ പറയുന്നത്? പൊരുളെന്നും ഉടമ്പൊടു മക്കളുയർ തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം, കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ. അപ്പം പൊരുള്, ഉടമ്പ്, മക്കള്, ഉയർത്തിരൽ. അതായത് പൊരുളെന്ന് പറഞ്ഞാൽ എന്താണ്? ധനം. ഉടമ്പെന്ന് പറഞ്ഞാൽ ശരീരം. മക്കൾ തന്നെ അർത്ഥം. ഉയർത്തിരൽ എന്ന് പറഞ്ഞാൽ ആയുസ്. ഇതൊക്കെ അനർത്ഥകരമാണെന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഇതൊക്കെ, ഈ ധനം, ശരീരം, മക്കള്, ആയുസ്, ഇതെല്ലാം നമ്മൾക്ക് സമാധാനമായിട്ട് ആശ്രയിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. കാരണം നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സമാധാനവും ശാന്തിയാണ്. ആ സമാധാനം കിട്ടാൻ വേണ്ടി ഇതൊന്നും നമുക്ക് ആശ്രയിക്കുവാൻ പാടില്ല. ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് പറ്റുന്നത്? ഞാനും എൻ്റെ സന്തതി പരമ്പരയും, അതായത് നമ്മുടെ ചിന്ത ഇങ്ങനെയാണ്, ഞാനും എൻ്റെ സന്തതി പരമ്പരയും എന്നും എൻ്റെ സമ്പത്തും എല്ലാം അനേക കാലം വളരെ സന്തോഷത്തോടെ ദീർഘായുസോടെ ഇരിക്കണം. ഇതാണ് നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് ഇതൊക്കെ അനർത്ഥകരമാണെന്ന് പറയുന്നത്. സത്യത്തിൽ നിന്നും അത് അകന്ന് ദുഃഖിപ്പിക്കുകയാണ് നമ്മളെ. ഒരു അസുഖം വന്നാൽ പോലും നമ്മൾക്ക് എന്താ പെട്ടെന്ന് ദുഃഖം വരും, ഇല്ലേ? നമ്മൾക്ക് അസുഖം വന്നോ എന്നോർത്ത്. അല്ലെങ്കിൽ നമ്മൾ ആ മക്കളുടെ കാര്യങ്ങൾ ഓർത്ത്, അതിലെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ എപ്പോഴും ദുഃഖമയമായിട്ട് തീരുകയാണ്. അങ്ങനെ ഓരോന്നിന്റെയും പിറകെ പോകുന്നതൊക്കെ നമ്മൾക്ക് ദുഃഖകരമാണ്. അതായത് മഹാഗുരു നമ്മളോട് ധനത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ധനം, നിങ്ങൾ പണം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷെ എന്നിട്ട് അവിടെ എന്താ പറയുന്നത്? ത്യാഗബുദ്ധിയോടെ വേണമെന്ന് പറയുന്നത്.
ആ പണത്തെ ആശ്രയിക്കുന്ന രീതിയിലാകരുത്, അത് വ്യവഹരിക്കത്തക്ക രീതിയിലാകണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ധനം സമ്പാദിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി, നമ്മൾ അതിനു വേണ്ടി ആശ്രയിച്ച രീതിയിൽ നമുക്ക് വേണ്ടി ആയിട്ട് നമ്മൾ ആ ധനത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമേ വരുള്ളൂ. അപ്പോൾ ആ 3 കാര്യങ്ങൾ നമ്മളോട് എന്താ പറഞ്ഞു തരുന്നത്? ഒന്ന്, കരിങ്കടലിൽ വീണ്, അതായത് അവിടെ കരിങ്കടലിൽ വീണ് കിടക്കുന്ന നമ്മളെ രക്ഷിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ പണം, പദവി, മക്കൾ ഇതൊക്കെ ആശ്രയമാണെന്നുള്ള ചിന്ത നമ്മുടെ കരളിൽ നിന്ന് കളയണം. എങ്കിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബുദ്ധിയിൽ വിവേകം വരികയുള്ളൂ എന്നാണ്. ഇത് കരളിൽ നിന്ന് വേറെ വെക്കേണ്ടതാണ്. അഹന്തയും ഇഹന്തയും കൊണ്ടിട്ട് ഇവയുമായി താതാത്മ്യം വരുവാൻ നമുക്ക് പാടില്ല. അതായത് നമ്മൾ ആ ദേഹത്തോടുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഞാനാണ്, ഇതൊക്കെ എന്റേതാണെന്നുള്ള ചിന്ത മനസ്സിൽ പറ്റിപ്പിടിക്കാൻ ഇടയാകരുത്. നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ. അതായത് ബ്രഹ്മവിദ്യ പഞ്ചകത്തിൽ നമ്മളോട് അതിനെക്കുറിച്ച് ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ അഹങ്കൃതി, പ്രാണൻ, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം, ശരീരം. അതായത് ഞാനല്ലാത്ത ആ 6 സാധനങ്ങളെ ഞാനാണെന്ന് വിചാരിക്കുമ്പോൾ അവിടെ അഹന്ത വരികയാണ്. അങ്ങനെയാണ് ഇവിടെ വളരെ ലളിതമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇതൊക്കെയായിട്ടുള്ള ബന്ധം വരുമ്പോഴാണ്, അതായത് പണം, മക്കൾ, ആയുസ്, ഈ ബന്ധം വരുമ്പോഴാണ്, ഈ ലോക വിഷയങ്ങളിൽ നാം കൂടുതൽ ആസക്തരാകുമ്പോഴാണ് നമ്മൾക്ക് അഹന്ത വരുന്നത്. ഞാനാണെന്ന്, എന്റേത് ഞാനെന്നുള്ള ആ താതാത്മ്യം വരുമ്പോഴാണ് നമ്മൾക്ക് ദുഃഖം വരുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോൾ ആ പ്രശ്നത്തെ അല്ല, ആ പ്രശ്നവുമായിട്ട് ബന്ധം എന്താണോ അതാണ് നമ്മൾക്ക് ദുഃഖം കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്റേതാണെന്ന ആ ചിന്തയോടെ നമ്മളെ അത് കാർന്നു തിന്നാൻ ഇടവരാതെ, നമ്മളിൽ അത് പറ്റിപ്പിടിക്കാൻ ഇടയാകാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പൊതിഞ്ഞ് പിടിപ്പത്, അതായത് നമ്മുടെ അകവും പുറവും തിങ്ങി നിറഞ്ഞു നിൽക്കേണ്ടത്, നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആരാണ്? അത് നീ എന്ന് പറയുന്നതാ അവിടെ മംഗളസ്വരൂപിയായ അല്ലെങ്കിൽ മംഗളം നൽകുന്ന ശിവഭഗവാനാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അജ്ഞാനത്തെ എല്ലാം അകറ്റിയിട്ട്, ദൈവദശകത്തിൽ പറയുന്നത് പോലെ അകവും പുറവും തിങ്ങി നമ്മൾ അതിൽ പുരണ്ടു പോകാതെ നമ്മുടെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? പരമസത്യമായ ജഗദീശ്വരൻ, അതല്ലെങ്കിൽ ശിവൻ, അതല്ലെങ്കിൽ ബ്രഹ്മം. നാമുമായി ബന്ധപ്പെടുന്ന ഓരോന്നും എന്റേതെന്നുള്ള ചിന്തയാണ് സംസാര ദുഃഖം. എന്റെ പണം, എന്റെ ദേഹം, എന്റെ കുടുംബം, ഇതിനെയൊക്കെയും സംരക്ഷിച്ച് നീണാൽ വാഴാൻ സാധിക്കണം എന്നുള്ള ചിന്തയാണ് സംസാരബന്ധം. ഇതൊക്കെ സാധിച്ചാൽ സുഖം കിട്ടുമോ? അതുമില്ല. ഇതൊക്കെ ബാഹ്യമായി പൊടുന്നനെ ഉപേക്ഷിച്ചാൽ, അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മോചനം സാധ്യമാണോ? അതുമല്ല. പിന്നെ എന്താണ്? അതായത് ഇവയൊക്കെ ഒടുവിൽ ഇതിന്റെയൊക്കെ നടുവിൽ നമ്മൾ ഇത് കഴിയുമ്പോൾ തന്നെ ഇവയൊക്കെയും സർവ്വവ്യാപിയായ ഒരു ഈശ്വരന്റെ വരദാനമാണെന്നും ഇവയൊന്നും തന്റേതല്ലെന്നും വ്യക്തമായി നമ്മൾ അറിയണം. അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചുറ്റുപാടും കാണുന്നതൊക്കെ മായയാണെന്ന് പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈശ്വരൻ മായയാൽ സൃഷ്ടിച്ചതാണെന്നും അതൊക്കെയും തന്റേതല്ലെന്നും അതിലേക്ക് മുങ്ങിച്ചേരാതെ ഇതൊക്കെ ഈശ്വരന്റെ വരദാനമാണെന്നും അറിഞ്ഞിട്ട് നമ്മൾ പെരുമാറണം. അതായത് അപ്പോൾ നമുക്ക് സമാധാനം, സുഖം, സന്തോഷം, ആത്മസുഖം അവയൊക്കെ കിട്ടും. നമുക്കറിയാം, ഗുരു സ്വമാതാവിന്റെ ദേഹവിയോഗം അറിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? മാതാവ് വസ്ത്രം മാറുവാൻ അടുത്ത മുറിയിലേക്ക് പോയി എന്നാണ്. അപ്പം ഈ ദേഹം നശ്വരമാണ്, ദേഹി ഒരിക്കലും നശ്വരമല്ല. അപ്പം തന്റെ ദേഹം ഉൾപ്പെടെ തൻ്റെതായി കാണുന്നതെല്ലാം ഏത് നിമിഷത്തിലും തന്നിൽ നിന്ന് വിട്ടുപോകുമെന്ന് മനസ്സിലാക്കി ഒരു നിസ്സാര ഭാവം കൈക്കൊള്ളുവാൻ കഴിയണം. അത് ശീലിച്ചാൽ ബോധസ്വരൂപമായ ശിവ സത്യം ഉള്ളിൽ തെളിഞ്ഞു കിട്ടും. ആ സത്യമാണ് സർവത്ര അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഇത് മനസ്സിലായാൽ ഞാനെന്നോ എന്റേതെന്നോ ബന്ധുക്കളെന്നോ ചിന്തിക്കേണ്ടതില്ല. ഞാനെന്നോ എന്റേതെന്നോ ഉള്ള ആ അജ്ഞതയാണ് ഇവിടെ കരും കടലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ അജ്ഞതയിൽപ്പെട്ട് തൻ്റേതെന്ന് കരുതി എല്ലാം വിട്ടിട്ട് ദയനീയമായി ഇവിടെ നിന്നും പോകേണ്ട ഒരു ദിനം വരും. അങ്ങനെ ഒരു കൂരുരുട്ടിൽ പതിക്കാൻ ഇടവരാതെ സർവ്വവ്യാപിയായി ഭഗവാനെ അറിഞ്ഞ് ജീവിതം ധന്യമാക്കാൻ ഇടവരണം എന്നാണ് ഭക്തന്റെ ആഗ്രഹം. സുഖത്തിന്റെ ഇരിപ്പിടമായ ആത്മാവിനെ അറിയാതെ സാമഗ്രികളുടെ പിന്നാലെ പായുന്നതാണ് സകല ദുഃഖങ്ങൾക്കും കാരണം എന്ന് ഈ 4 വരിയിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എഴുതിക്കോ കേട്ടോ. മാഡം ഒന്ന് സാവകാശം പറയണേ എഴുതിയെടുക്കാൻ. പറയാം.
ഇത് 4 ലൈൻ. പൊരുളെന്നും ഉടമ്പൊടു മക്കളുയർ തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം കരളിയുന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ. ധനസമ്പത്തെന്നും ഈ ദേഹം സമ്പത്തെന്നും ഈ ദേഹം സന്തതി പരമ്പര ധനസമ്പത്തെന്നും ഈ ദേഹം സന്തതി പരമ്പര ആയുസ്സിന്റെ ദൈർഘ്യം എന്നും ഇങ്ങനെ പറയുന്നതൊക്കെ തികച്ചും സത്യത്തിൽ നിന്നും അകറ്റി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം. ധനസമ്പത്തെന്നും ഈ ദേഹം സന്തതി പരമ്പര ആയുസ്സിന്റെ ദൈർഘ്യമെന്നും ഇങ്ങനെ പറയുന്നതൊക്കെ തികച്ചും സത്യത്തിൽ നിന്നും അകറ്റി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവയെക്കുറിച്ചുള്ള ചിന്തയെല്ലാം ഹൃദയത്തിൽ നിന്നൊഴിച്ചു മാറ്റി അജ്ഞാനപൂർണമായ സംസാര സമുദ്രത്തിൽ എന്റേതെന്ന ചിന്തയോടെ പറ്റിപ്പിടിക്കാൻ ഇടയാകാതെ എങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നത് മംഗളസ്വരൂപിയായ ഭഗവാനാണെന്ന് അറിയാറാകണം. എങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നത് മംഗളസ്വരൂപിയായ ഭഗവാനാണെന്ന് അറിയാറാകണം. ഒന്നുകൂടെ പറയാവേ. ധനസമ്പത്തെന്നും ഈ ദേഹം സന്തതി പരമ്പര ആയുസ്സിന്റെ ദൈർഘ്യം എന്നും ഇങ്ങനെ പറയുന്നതൊക്കെ തികച്ചും സത്യത്തിൽ നിന്നും അകറ്റി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവയെക്കുറിച്ചുള്ള ചിന്തയെല്ലാം ഹൃദയത്തിൽ നിന്നൊഴിച്ചു മാറ്റി അജ്ഞാനപൂർണമായ സംസാര സമുദ്രത്തിൽ എന്റേതെന്ന ചിന്തയോടെ പറ്റിപ്പിടിക്കാൻ ഇടയാകാതെ എങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നത് മംഗളസ്വരൂപിയായ ഭഗവാനാണെന്ന് അറിയാറാകണം. മാഡം ആദ്യത്തെ ഒന്നുകൂടി ഒന്ന് പറയാമോ? ഒന്നാമത്തെ കൃതി. അതെ, ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ആണോ? ഒന്നാമത്തെ ശ്ലോകമാണോ? അതെ. മംഗളസ്വരൂപിയായ ഭഗവാൻ തന്റെ സ്വരൂപമായ മംഗളം മറ്റുള്ളവർക്കും പങ്കിടുന്ന ഭഗവാൻ, സംഹാരമൂർത്തിയായ ഭഗവാൻ, ആർക്കും അഭയം നൽകുന്ന ഭഗവാൻ. ഇതെല്ലാം എഴുതിയതാണോ? കിട്ടാനുള്ളത് ഏതെങ്കിലും നോക്കാൻ വേണ്ടിയാണോ? അതെ അതെ. നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഭഗവാൻ, ജനന മരണ സംസാര ക്ലേശം മുഴുവൻ തീർത്തു തരാൻ കഴിവുള്ള ഭഗവാൻ, സത്യം കണ്ട ക്രാന്തദർശികൾ സദാ കുമ്പിടുന്ന
സംസാര നാടകം നടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധ സ്വരൂപനായ ഭഗവാൻ, എൻ്റെ ഇഷ്ടദേവതയായ ശിവഭഗവാൻ എന്നെ രക്ഷിച്ചാലും. അതായത് ഒന്നാമത്തെ പദ്യത്തിൽ ശിവൻ സാക്ഷാൽ പരബ്രഹ്മ പ്രതീകമാണെന്ന് സൂചിപ്പിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. രണ്ടാമത്തത് ജഡബന്ധങ്ങളിൽ നിന്ന് വിരക്തി വന്ന് സർവ്വവ്യാപിയായ ചേതന സത്യത്തെ കണ്ടെത്താൻ ഇഷ്ടദേവനായ ശിവൻ കനിഞ്ഞരുളണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ 2 ശ്ലോകമാണ് ഇന്ന്. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പിന്നെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വളരെ നന്ദി ശ്രീമതി ദിനു മാഡം. ഭഗവാനാൽ വിരചിതമായ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയാണ് നാം ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്നത്. കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ചയും നടന്നു വരുന്ന ഗുരുവാര പാഠശാലയിൽ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത് വളരെ ഭംഗിയായിട്ട് ഗുരുവിന്റെ കൃതികളെ ആമുഖം നൽകിക്കൊണ്ട് ശിവപ്രസാദ പഞ്ചകം എന്ന മഹാഗുരുരാൽ വിരചിതമായ കൃതിയുടെ ആദ്യ 2 മന്ത്രങ്ങൾ, ആദ്യ 2 ശ്ലോകങ്ങളാണ് അർത്ഥസഹിതം നമ്മൾ ഇന്ന് ഇവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഈ ക്ലാസ് എടുത്തു തന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും പഠന കേന്ദ്രത്തിലെ അധ്യാപികയും അഡ്മിനുമായ ശ്രീമതി ദിനു സന്തോഷ് അവറുകൾക്ക് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഭഗവാന്റെ നാമങ്ങളെ, ഗുരുവൈഖരികളെ ലോകത്തെമ്പാടും എത്തിക്കുന്നതിന്റെ ഭാഗമായി ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം വിദൂര ദർശനം എന്ന ഉപാധിയിലൂടെ വിവിധങ്ങളായ രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അതിന്റെ ഒരു ഘട്ടമാണ് ഗുരുവാര പാഠശാല എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്ലാസ് നടത്താനായിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം ഡയറക്ടർ ശ്രീ AB പ്രസാദ് കുമാർ സാറിനോടും അവിടുത്തെ മറ്റ് അധ്യാപകരോടും അഡ്മിൻസിനോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ശ്രവിച്ച ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയുടെ അടുത്ത 3 മന്ത്രങ്ങൾ അടുത്ത വ്യാഴാഴ്ച, അതായത് ജൂൺ മാസം 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. 8 മണി മുതൽ 9 മണി വരെ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ കയറിയ ഇതേ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ആ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നതിനായി ശ്രീമതി വത്സകുമാരി ചേച്ചി. വത്സകുമാരി ചേച്ചി. മദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സത് സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. നമസ്തേ. നമസ്തേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഈ ലിങ്കിൽ നിന്ന് പുറത്തു പോകാവുന്നതാണ്.